മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് സലീംകുമാർ. ഹാസ്യത്തിലൂടെ നമ്മുടെ ഹൃദയം കീഴടക്കിയ താരം പിന്നീട് ദേശീയ പുരസ്കാരത്തിന്റെ നെറുകയിലെത്തി. ചിരിപ്പിക്കാൻ മാത്രമല്ല, ചിന്തിപ്പിക്കാനും ചിലപ്പോൾ കണ്ണു നിറപ്പിക്കാനും അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ട്. സിനിമാ ജീവിതത്തെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടുകളും പലപ്പോഴും പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കാറുമുണ്ട്. ഈ അടുത്ത കാലത്ത് സലീംകുമാർ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ കൊണ്ടുള്ള അനുഭവങ്ങൾ കൊണ്ടുമാണ്. നമുക്ക് ആ സംഭവങ്ങളിലൂടെ ഒരു യാത്ര പോകാം. വിവാദങ്ങളുടെ കൊടുങ്കാറ്റാണ് അദ്ദേഹത്തിന്റെ പുറകെയുള്ളത്. പെൺകുട്ടികളുടെ മൊബൈൽ ഉപയോഗവും സംസ്കാരത്തെക്കുറിച്ചുള്ള ആശങ്കകളുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വന്നത്. അടുത്തിടെ കോഴിക്കോട് ഒരു പൊതുവേദിയിൽ സലീംകുമാർ നടത്തിയ ഒരു പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. അദ്ദേഹത്തിന്റെ വിമർശനം ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗത്തെക്കുറിച്ചായിരുന്നു. സലീംകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞാൻ പറവൂരിൽ നിന്നും കോഴിക്കോട് വരെ എത്തുന്ന നേരം റോഡിലൂടെ പോകുന്ന പെൺകുട്ടികൾ മുഴുവൻ മൊബൈൽ ഫോണിലൂടെ സംസാരിച്ചാണ് പോകുന്നത്. നിങ്ങൾ നാളെ തൊട്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ പോകുന്നില്ല. ഇന്ത്യ ഭരിക്കുന്ന മോദിക്കുണ്ടാവില്ല ഇത്രയധികം തിരക്ക്. ഇതെന്താണ് ഈ പറയുന്നത്? പഠിക്കുന്ന പിള്ളേരാണ്. ഒരാളാണെങ്കിൽ വിചാരിക്കാം ഒരാളല്ലേ എന്ന്. ഞാനെല്ലാം ചെക്ക് ചെയ്തു. വരുന്ന സകല പിള്ളേരും ശ്രദ്ധിക്കുകയില്ല. ഹോൺ അടിക്കുമ്പോൾ മാറുമോ? അതുമില്ല. ഒന്നാമത് ചെറിയ വഴിയാണ് നമ്മുടെ. ആ ചെറിയ വഴിയിലൂടെ ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ തലമുറയെ സംസ്കാരം എന്തെന്ന് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ വാക്കുകൾ സമൂഹത്തിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാക്കി. പലരും സലീംകുമാറിനെതിരെ രംഗത്തെത്തുകയും ചെയ്തു. ഇതെല്ലാം ഒരുതരം സിൻഡ്രം ആണെന്നും സലീംകുമാറിന് അമ്മാവൻ സിൻഡ്രം ബാധിച്ചു എന്നുമൊക്കെയുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഒരു തെറ്റാകുന്നതെന്നും ആൺകുട്ടികളെ കുറിച്ച് എന്തുകൊണ്ട് മിണ്ടുന്നില്ലെന്നും സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഇതിനു പുറമെ പുതിയ തലമുറയ്ക്ക് കേരളത്തിനോട് പുച്ഛമാണെന്നും UK, ഓസ്ട്രേലിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനാണ് അവർക്ക് താല്പര്യമെന്നും സലീംകുമാർ പറഞ്ഞു. ഇത് തുടർന്നാൽ ഭാവിയിൽ നല്ല വിത്തുകൾ നാട്ടിൽ ഉണ്ടാകില്ലെന്നും ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു. സ്വന്തം അമ്മ MDMA കുട്ടിയുടെ ദേഹത്ത് ഒട്ടിച്ചു വെച്ച് വിൽക്കാൻ വിടുന്നവരെ കേരളം എത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. സലീംകുമാറിന്റെ ഈ കാഴ്ചപ്പാടോട് ആർക്കും തന്നെ യോജിക്കാൻ താല്പര്യവുമുണ്ടാവില്ല. എന്നാൽ വേറൊരു കാര്യമുണ്ട്: അദ്ദേഹത്തിന്റെ പിറന്നാൾ ചിന്തകൾ. വാർദ്ധക്യവും മരണത്തെക്കുറിച്ചുമുള്ള തുറന്നു പറച്ചിലും വലിയൊരു വിവാദമായിരുന്നു. കോഴിക്കോട്ടെ പരാമർശങ്ങൾക്ക് പുറമെ സലീംകുമാറിന്റെ ജീവിത വീക്ഷണങ്ങളും പലപ്പോഴും ശ്രദ്ധ നേടിയിട്ടുണ്ട്. അടുത്തിടെ അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനത്തിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ആരാധകരെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. വൈകാരികമായ ഒരു പോസ്റ്റ് ആയിരുന്നത്. ആയുസിന്റെ സൂര്യൻ പടിഞ്ഞാറോട്ട് ചരിഞ്ഞു കഴിഞ്ഞു, അസ്തമയം വളരെ അകലെയല്ല. ഈ പോസ്റ്റ് കണ്ടപ്പോൾ ആരാധകർക്ക് വലിയ ആശങ്കയായി. നടന് എന്തെങ്കിലും അസുഖമാണോ എന്ന തരത്തിലായിരുന്നു സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തത്. എന്നാൽ പിന്നീട് സലീംകുമാർ തന്നെ ഇതിന് വിശദീകരണം നൽകുകയും ഉണ്ടായി. സലീംകുമാർ പറഞ്ഞത് ഇങ്ങനെയാണ്: എല്ലാവരെയും പോലെ മരണചിന്ത തനിക്കുമുണ്ട്. പിറന്നാൾ ഒരു വൈകാരിക മുഹൂർത്തമാണ്. ഒരായുസ് കൂടിയിരിക്കുകയാണ്. തനിക്ക് 54 കഴിഞ്ഞ് 55ലേക്ക് യാത്ര തുടങ്ങുകയാണ്. 50 വയസ്സ് കഴിഞ്ഞാൽ വാർദ്ധക്യമായി എന്നാണ് പറയുന്നത്. അപ്പോൾ മരണത്തിലേക്കുള്ള യാത്രയാണല്ലോ. ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. മരണഭീതി തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ലെന്നും എല്ലാവർക്കും ഇത്തരം ചിന്തകൾ ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ജീവിതത്തെയും മരണത്തെയും കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ് സലീംകുമാർ എന്നത് ഈ വാക്കുകളിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം വ്യാജ വൈദ്യന്മാരുടെ തട്ടിപ്പുകൾ തന്നെയായിരുന്നു. സലീംകുമാർ എന്ന വ്യക്തി ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ ദുരനുഭവങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ കരൾ രോഗവുമായി ബന്ധപ്പെട്ടത്. വ്യാജ വൈദ്യന്മാരുടെ തട്ടിപ്പിനെ കുറിച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞ വാക്കുകൾ ഓരോ രോഗിയും ശ്രദ്ധിക്കേണ്ട പാഠമായിരുന്നു. സലീംകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മഞ്ഞപ്പിത്തം സർവ്വസാധാരണമായി ആളുകളിൽ വരുന്ന ഒരു അസുഖമാണ്. ഇന്ന സ്ഥലത്ത് ഒരു വൈദ്യനുണ്ട്, പൊടിമരുന്ന് തരും, അത് കഴിച്ചാൽ മഞ്ഞപ്പിത്തം മാറും എന്ന് പറയും. പക്ഷെ എല്ലാ മഞ്ഞപ്പിത്തവും വൈദ്യൻ കൊടുത്ത മരുന്ന് കഴിച്ചാൽ മാറില്ല. വൈദ്യർ മരുന്ന് കൊടുത്താൽ മാറുന്ന മഞ്ഞപ്പിത്തം മരുന്നും ഒന്നും കഴിച്ചില്ലെങ്കിലും മാറും. അതാണ് സത്യം. ആളുകൾ ഇത് മനസ്സിലാക്കുന്നില്ല. അതാണ് വേറൊരു യാഥാർത്ഥ്യം. അവസാനം കരളൊക്കെ തകർന്നു കഴിയുമ്പോൾ വൈദ്യൻ മെല്ലെ ഒഴിയുകയും ചെയ്യും. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഏക പ്രതിവിധി എന്നറിഞ്ഞിട്ടും ഓപ്പറേഷൻ പേടിച്ച് വൈദ്യന്മാരെ സമീപിച്ച അനുഭവങ്ങളാണ് അദ്ദേഹത്തിന് പങ്കുവെക്കാനുള്ളത്. ക്യാൻസർ വരെ മാറ്റുമെന്ന് പറഞ്ഞു. നിലംഭരണ്ട എന്ന മരുന്ന് 51 ദിവസം കഞ്ഞിയിലിട്ട് കുടിക്കാൻ പറഞ്ഞു. 501 ദിവസം കുടിച്ചിട്ടും രോഗം മാറിയില്ല. ഒടുവിൽ ആ വൈദ്യർക്ക് തന്നെ ക്യാൻസർ ആണെന്നും 4ാം സ്റ്റേജിലാണെന്നും അറിഞ്ഞു. ചേർത്തലയിലെ മോഹൻ വൈദ്യർ
എല്ലാ ഡോക്ടർമാരെയും വെല്ലുവിളിച്ചിരുന്ന ഇയാൾ ഇംഗ്ലീഷ് മരുന്ന് ആവശ്യമില്ലെന്ന് പറഞ്ഞു. ജൈവവളം ഉപയോഗിച്ചുണ്ടാക്കിയ നെല്ല്, ചേന, കാച്ചിൽ എന്നിവയും പശു കഴിക്കുന്ന പുല്ലും കഴിക്കാൻ പറഞ്ഞു. അത് കഴിച്ചപ്പോൾ രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. മകൻ വിളിച്ചു ചോദിച്ചപ്പോൾ അകത്ത് ബ്ലഡ് ഉണ്ട്, പുറത്തു പോകട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് ഫോൺ വിളിച്ചപ്പോൾ വേഗം ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് മലയാറ്റൂരിലെ വൈദ്യനെ സമീപിച്ചു. 500 തേങ്ങയുടെ വെള്ളമെടുത്ത് കുറുക്കി ലേഹ്യം പോലെ ആക്കാൻ പറഞ്ഞു. അത് കഴിച്ചപ്പോൾ ഛർദി കൂടിയതല്ലാതെ ഒന്നും തന്നെ മാറ്റമുണ്ടായില്ല. ശരീരം റിജക്ട് ചെയ്യുകയാണെന്ന്, മരുന്ന് കളയണ്ട, ദേഹം പൊള്ളുമ്പോൾ പുരട്ടാ വെച്ചോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വയനാട്ടിൽ താൻ ചികിത്സിച്ചു എന്ന് പറഞ്ഞ് പേരെടുക്കുന്ന വ്യാജ വൈദ്യന്മാരുണ്ടെന്നും കിഡ്നി വൃഷണം എന്ന് വിചാരിക്കുന്നവർ പോലും ഉണ്ടെന്നും അദ്ദേഹം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും നടത്തിയിരുന്നു. നല്ല പണം വാങ്ങുന്ന ഇവർ ഫുഡ് സപ്ലിമെന്ററികൾ നൽകി മനുഷ്യന്റെ ജീവൻ വെച്ച് കളിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ അനുഭവിച്ചത് ഇനി ആരും അനുഭവിക്കരുത് എന്ന് അദ്ദേഹം ഉറക്കെ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാരുണ്യ ലോട്ടറി പോലുള്ള പദ്ധതികൾ തിരികെ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സലീം കുമാർ ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഇത് പാവപ്പെട്ട രോഗികൾക്ക് വലിയ ആശ്വാസമാകുമെന്നും ഉമ്മൻചാണ്ടിയെ പോലുള്ള നേതാക്കൾക്ക് മരണാന്തരവും ജനങ്ങൾ നൽകുന്ന ആദരത്തിന്റെ കാരണം ഇതെല്ലാമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു.